സ്തോത്രം. നമുക്കിങ്ങനെ ഒരു പകൽക്കാലം ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. സ്തോത്രം. നമ്മുടെ സഹോദരങ്ങളിൽ പല പ്രിയപ്പെട്ടവർ കേരളത്തിലൊക്കെയും സ്തോത്രം മാനുഷികമായി ഏറെ ദുഃഖത്തിലായിരിക്കുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത്. പ്രതീക്ഷകളോടെ, ഏറെ ആശകളോടെ സ്തോത്രം അന്യദേശങ്ങളിലൊക്കെ കടന്നു പോവുകയും ജീവിത സന്ധാരണത്തിന് വേണ്ടി ഓടിയലയുകയും ചെയ്യുന്നതിൻ്റെ മധ്യത്തിൽ ആ കാലത്തിൽ പ്രിയപ്പെട്ടവർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുവാനായിട്ടിടയായി തീർന്നു. സ്തോത്രം. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് നാം തീർച്ചയായും പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ്. സ്തോത്രം. അതിൽ ഓർക്കുമ്പോൾ, ആ വ്യക്തികളെ ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ട്, നമുക്ക് സന്തോഷമുണ്ട്, നമുക്ക് ധൈര്യമുണ്ട്, നിശ്ചയമാണ്. എന്നാൽ അതേസമയം സ്തോത്രം അവരുടെ കുടുംബങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് ഈ നാളുകളിൽ ധൈര്യം ലഭിക്കേണ്ടതായിട്ടുണ്ട്, ശക്തി ലഭിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തിൻ്റെ ആ ദൈവസന്നിധിയിൽ നിന്നുള്ള ആ ഒരു വ്യക്തിപരമായ ഉറപ്പും ധൈര്യവും ഒക്കെ അവർക്ക് പൂർണ്ണമായി ലഭിക്കേണ്ടതിനായിട്ട് നാം അവരെ ഓർത്ത് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരണം. എന്നെ വളരെ സ്പർശിച്ച ഒരു സാക്ഷ്യം, അത് ലൂക്കോസ് എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ മകൾ പറഞ്ഞ ഒരു സാക്ഷ്യം. അപ്പോൾ പ്രാർത്ഥിച്ചു, എൻ്റെ കർത്താവേ, എൻ്റെ കുഞ്ഞുങ്ങളെ ഈ പ്രത്യാശയോടെ വളർത്തുവാൻ എനിക്ക് കൃപ തരണേ. സ്തോത്രം. ധൈര്യമുള്ള കുഞ്ഞുങ്ങളായി ജീവിതത്തിൻ്റെ ഏതവസ്ഥകളെയും സ്തോത്രം ജഡത്തിൽ പ്രതിരോധിക്കുകയോ ബോൾഡായിട്ട് നിൽക്കുകയല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ആ കുഞ്ഞ് പറയുന്നത് പോലെ ക്രിസ്തുവിലുള്ള ധൈര്യത്തിൽ, ദൈവത്തിലുള്ള പ്രത്യാശയിൽ നമ്മുടെ കുഞ്ഞുങ്ങളൊന്ന് ബലപ്പെടുന്ന നാളുകളെ എൻ്റെ കണ്ണുകളിൽ സ്തോത്രം കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറയോർത്ത് പ്രാർത്ഥിക്കണം. സ്തോത്രം. അവർ ക്രിസ്തുവിൽ ധൈര്യമുള്ളവരായി വളരണം. സ്തോത്രം. സ്തോത്രം. ഇന്ന് രാവിലെ ഇംഗ്ലീഷ് സർവീസ് നടക്കുന്ന സമയത്ത് അഡോണി എൻ്റെ അടുത്ത് വന്നു. അപ്പം ഇവിടെ ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറഞ്ഞപ്പം അവിടെ പോയിരുന്ന്, നിന്റെ ഡാഡി പറയുന്നത് കേക്ക്, യേശുപ്പച്ചനാ നിന്റെ ഡാഡി എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞു. പക്ഷെ അവൾ ചോദിച്ച ചോദ്യമാണ് എന്നെ ഞെട്ടിച്ചത്. അവൾ എന്നോട് ചോദിക്കുക, യേശുപ്പച്ചൻ ഈ സാർ ഡാഡി? സ്തോത്രം. സ്തോത്രം. ദൈവം നമ്മുടെ പിതാവാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളിൽ ആഴമേറിയ, പാസ്റ്റർ പ്രസംഗിക്കുമ്പോഴും ചർച്ചിൽ വന്ന് അവരുടെ വാക്കുകളിൽ സാക്ഷ്യം പറയുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്ന ചില വാക്കുകളിലുള്ള പിതൃത്വമല്ല, ജീവിതത്തിൻ്റെ ചൂടേറിയ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്കൊരു പിതാവുണ്ടെന്നും ഞാൻ അനാഥനല്ലെന്നും എനിക്ക് ധൈര്യത്തിനും എനിക്ക് കാവലിനും എനിക്ക് താങ്ങുമായി എൻ്റെ അപ്പൻ സ്വർഗത്തിലുണ്ടെന്നുള്ള ഒരു ധൈര്യം നമ്മുടെ തലമുറയുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടുകളിൽ എഴുതപ്പെടുവാനായിട്ടിടയായി തീരണം. അതിന് മാതാവേ, പിതാവേ, എനിക്കും നിങ്ങൾക്കും കൃത്യമായ സ്തോത്രം റോളുണ്ട്, ഒരു കർത്തവ്യമുണ്ട്. സ്തോത്രം. അത് നാം ഈ നാളുകളിൽ കൃത്യമായി നിവർത്തിക്കണം. ദൈവ ഭയത്തിൽ, ദൈവ സ്നേഹത്തിൽ, ദൈവ കൃപയിൽ, കർത്താവിനോടുള്ള ആശ്രയബോധത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുവാൻ ദൈവം നമുക്കെല്ലാവർക്കും കൃപ തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി സ്തോത്രം പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. വായിച്ചതായിരിക്കുന്ന സങ്കീർത്തന ഭാഗം 110, ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നുള്ള തലക്കെട്ടിൽ സ്തോത്രം നാം വായിക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം വായിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഓടിയെത്തുന്നൊരു ചിന്ത, ദാവീദിന് ഇത്രമാത്രം ആഴമായ ഒരറിവ് എവിടെ നിന്ന് കിട്ടി? സ്തോത്രം. പഴയ നിയമകാലത്തിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, 2 കർത്താക്കന്മാരില്ല അവർക്ക്. പഴയ നിയമത്തിൽ ഒരേ ഒരു കർത്താവേ ഉള്ളൂ. സ്തോത്രം. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാരൻ കൃത്യമായി എഴുതുകയാണ്, യഹോവ എൻ്റെ കർത്താവിനോട്. പിതാവിനെയും പുത്രനെയും വളരെ നേരിട്ട് കണ്ടതുപോലെ
സ്തോത്രം. തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലാണോ, ഭാവനയിലാണോ, ജ്ഞാനത്തിലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ അവരെ നേരിട്ട് കാണുന്നത് പോലെ എഴുതി വെക്കുന്ന ഒരു വാചകം, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു. ഇന്ന് നമുക്കറിയാം യഹോവയായ ദൈവം പുത്രൻ രക്ഷകനായി വന്നു എന്നൊക്കെ നമുക്കറിയാം. പഴയ നിയമകാലത്തിൽ അവർക്കുള്ള ഒരു വെയ്ഗ് ഐഡിയ, അല്ലെങ്കിൽ വളരെ നേരിയ ഒരു അറിവെന്ന് പറയുന്നത് ഒരു മശിഹ വരുമെന്ന് അവർക്കറിയാം. സ്തോത്രം. അതിൻ്റെ അപ്പുറത്തേക്ക് ഇവർ തമ്മിലുള്ള ആഴമേറിയ ബന്ധത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്നും അവർ കണ്ടിരുന്നത് ദാവീദിന്റെ മുളയായി വരുന്ന ഒരുവൻ, സ്തോത്രം, ദൈവം രക്ഷകനായി. അതുകൊണ്ടാണ് യഹൂദന്മാര് യേശുവിനെ കണ്ടപ്പോൾ ഇപ്പോഴവർക്കൊരു രാജ്യം സ്ഥാപിച്ചു കൊടുക്കുമെന്നൊക്കെ കരുതിയത്. അവരുടെ കാഴ്ചപ്പാടിൽ ഐഹികമായിരിക്കുന്ന ഒരു രക്ഷകൻ, ഐഹികനായിരിക്കുന്ന ഒരു രാജാവ്, ഈ ഭൂമിയിൽ ഉൾപ്പെട്ടു നിൽക്കുന്ന ഒരു രക്ഷകനെ കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അതിനേക്കാൾ ആഴമേറിയ തലങ്ങളിലേക്ക് പോയി ഒരു കർത്താവ്, യഹോവ എൻ്റെ കർത്താവിനോട് എന്ന് പറയത്തക്കവണ്ണം ഡിവൈനായിട്ടുള്ള രണ്ട് പേഴ്സണാലിറ്റീസിനെ ഡിസേൺ ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങനെ വിവേചിച്ചറിയാൻ, അങ്ങനെ ആഴമായ ഒരു രക്ഷകനെ കുറിച്ച് തിരിച്ചറിയാൻ ദാവീദിന് എങ്ങനെ സാധിച്ചു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. പെരിഫറലായിട്ട്, വളരെ ക്ലിയർ ആയിട്ട്, ടാഞ്ചിബിൾ ആയിട്ട് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണാൻ കഴിയുന്ന ഒത്തിരിയേറെ സത്യങ്ങളെ പോലും ആഴമായി വിശ്വസിപ്പാൻ പ്രയാസപ്പെടുന്ന നമ്മുടെയൊക്കെ അവസ്ഥ എവിടെയാ? സ്തോത്രം. കൃത്യമായി എഴുതി പൗലോസ് ചോദിക്കുന്ന പോലെ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, ക്രിസ്തുവിനെ ഇത്ര കൃത്യമായി വരച്ചു കാട്ടിയിരിക്കെ നമ്മളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആരെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ലജ്ജിക്കുന്നു. പല സമയങ്ങളിൽ ദൈവം ഇത്രമാത്രം മഹാനാണെന്ന് എനിക്ക് എഴുതി തന്നിരിക്കെ, എനിക്ക് കൃത്യമായി വരച്ചു കാട്ടിയിരിക്കെ, ദൈവത്തിൻ്റെ മഹാത്മ്യങ്ങളെയും രക്ഷയുടെ പ്രവർത്തികളെയും തൻ്റെതായിരിക്കുന്ന പദ്ധതികളെയും എനിക്കും നിങ്ങൾക്കും വെളിപ്പെടുത്തി തന്നിരിക്കെ, ഇനിയും അതിനെ വിശ്വസിക്കാൻ കഴിയാതെ, ഇനിയും ആ നേരിട്ട് കയ്യിൽ കിട്ടിയിരിക്കുന്നതിനെ തിരിച്ചറിഞ്ഞ് അതിൽ ആശ്രയിക്കുകയും പിൻപറ്റുകയും ചെയ്യാൻ കഴിയാതെ ആയിരിക്കുന്ന നമ്മുടെ അവസ്ഥ എത്ര ശോചനീയമാണ്. കുറ്റപ്പെടുത്തുകയല്ല, എന്നാലും പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ? ഒന്നും അറിയാത്ത കാലത്ത് ദൈവത്തിൻ്റെ മുൻപിൽ, സ്തോത്രം, ദൈവസന്നിധിയിൽ പാടുന്ന ഒരു സങ്കീർത്തനക്കാരന് വെളിപ്പെട്ട് കിട്ടിയ ആഴമേറിയ യാഥാർത്ഥ്യങ്ങൾ കണ്ടോ? സങ്കീർത്തനത്തിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി വിവരിക്കാനുണ്ട്. പക്ഷേ എന്നാലും എൻ്റെ ഹൃദയത്തോട് ദൈവം ഇടപെട്ട 2-3 കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ദൈവസന്നിധിയിലിരിക്കുക. സ്തോത്രം. ഇവിടെ കാണുകയാണ്, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കാം. സ്തോത്രം. പുത്രന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? പിതാവിൻ്റെ വലതുപാർശ്വത്തോട് ചേർന്നിരിക്കുന്നവനായിരുന്നു. സ്തോത്രം. നമുക്ക് ഒത്തിരി ഇടങ്ങളിൽ അത് കാണുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയറിലേക്കൊക്കെ എഴുതുമ്പോൾ, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം പൗലോസ് എഴുതുമ്പോൾ 2-ാമത്തെ അധ്യായത്തിൽ വളരെ കൃത്യമായിട്ട് പറയുക. 9-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു, ഒന്ന് വായിച്ചാട്ടെ. സ്തോത്രം. വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. 1, പുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നവനായിരുന്നു. 2, പുത്രൻ പിതാവിനെ അനുസരിക്കുന്നവനായിരുന്നു. സ്തോത്രം. ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, അനുസരിക്കുന്നത് യാഗത്തെക്കാളും. 1 ശമൂവേൽ 15, 22, 23 ഞാൻ കരുതുകയാ. സ്തോത്രം. അനുസരിക്കുന്നത് യാഗത്തെക്കാളും നല്ലത്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ പൈതൽ എപ്പോഴും ദൈവത്തെ അനുസരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ദൈവത്തെ ചോദ്യം ചെയ്യുന്നവനായിരിക്കണമെന്നല്ല. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് പുറത്തു പോകുന്നവരെ അല്ല ദൈവത്തിന് ആവശ്യം. ദൈവത്തിന് ആവശ്യം ദൈവത്തെ അനുസരിക്കുകയും ദൈവം തന്ന കൽപ്പനകളെ അതേപടി പാലിക്കുകയും ചെയ്യുന്നവരെയാണ്. സ്തോത്രം. പലപ്പോഴും നമ്മൾ ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരായി തീരാറില്ലേ പ്രിയമുള്ളവരെ? ദൈവത്തിൻ്റെ വഴികളെ വിട്ട് പുറത്തു പോകുന്നവരായി തീരാറില്ലേ? സ്തോത്രം. പലപ്പോഴും ദൈവത്തിന് നമ്മെക്കുറിച്ച്
കൃത്യമായ പദ്ധതി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും നമ്മുടെ പദ്ധതികളെ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ, നമ്മുടെ പദ്ധതികളെ നിവർത്തിച്ചെടുക്കുന്നതിൽ വളരെ ജാഗരൂകരായി, വളരെ വ്യഗ്രതയോടുകൂടെ നാം പ്രവർത്തിക്കാറില്ലേ? സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന ഒരു സത്യമാണ്. സ്തോത്രം. നിന്റെ വഴികളിൽ അത് സക്സസ്ഫുൾ ആക്കുവാനുള്ള വ്യഗ്രതയുള്ള ഓട്ടമല്ല എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതികളെ പൂർത്തീകരിക്കുവാൻ ദൈവത്തോട് അനുസരണമുള്ളവരായി, സ്തോത്രം, ദൈവത്തിൻ്റെ ചുവടുകളിൽ, ദൈവത്തിൻ്റെ പാതകളിൽ ഞാൻ നിങ്ങൾ നടക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിച്ച് നോക്കാമോ? കർത്താവ് ഏതെല്ലാം മേഖലകളിൽ അവിടുത്തെ പാതയേക്കാൾ എൻ്റെ പാതകൾ, അങ്ങനെയുണ്ടോ? ഉണ്ട്. യെശയ്യാ വിളിച്ചു പറയുകയാണ്, സ്തോത്രം, എൻ്റെ വഴികൾ നിന്റെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളും അല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നു. നോക്കിയേ, എത്ര വ്യത്യാസമാണെന്ന് നോക്കിയേ, എത്ര ക്ലിയർ ആയിട്ട് യെശയ്യാവ് പറയുന്നത് നോക്കിയേ. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളുടെ മേൽ ഉയർന്നിരിക്കുന്നു. സ്തോത്രം. അത്ര മഹത്തരമായിരിക്കുന്ന വഴികളുള്ള, അത്ര ഉന്നതകരമായിരിക്കുന്ന പദ്ധതികളുള്ള, അത്ര മേത്തരമായിരിക്കുന്ന ചിന്തകൾ എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ദൈവത്തിനുണ്ടെങ്കിൽ നമ്മളെന്തിനാ നമ്മുടെ ചിന്തകളാ നമ്മളെക്കുറിച്ച് ഏറ്റവും വലുതെന്ന് കരുതുന്നേ? പലപ്പോഴും നമ്മൾ അങ്ങനെയാ കരുതുന്നത്. ദൈവത്തിൻ്റെ വഴികളൊക്കെ, സ്തോത്രം, മീഖായുടെ പ്രവചനത്തിലല്ലേ പറയുന്നത്, ദൈവത്തെ സേവിക്കുന്നത് വൃഥ, അവന്റെ ശുശ്രൂഷ ചെയ്യുന്നത് വെറുതെ, ഇതൊക്കെ ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് നമ്മുടെ മനസ്സിനെ നമ്മൾ എന്തിനാ പറഞ്ഞ് അബദ്ധം പഠിപ്പിക്കുന്നത്? സ്തോത്രം. ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ വഴികളെക്കാൾ ഉയർന്നതാണ്. അവനെ അനുസരിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. അങ്ങനെ അനുസരിക്കുന്നതിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുകയാണ്, നീ എൻ്റെ വലത്തു ഭാഗത്തിരിക്കുക, ഞാൻ എന്ത് ചെയ്യും? ഞാൻ നിന്റെ ശത്രുവിനെ, സ്തോത്രം, തോൽപ്പിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞാൽ ഒരു ശത്രുവിനെ നിന്റെ പാദപീഠമാക്കുമെന്ന. സ്തോത്രം. രാജാക്കന്മാരൊക്കെ സിംഹാസനത്തിൽ ഇരിക്കുമ്പം നമ്മൾ തന്നെ ചില സമയങ്ങളിൽ എങ്ങനെയാ, ഇച്ചിരി ഉയർന്ന കസേരയാണെങ്കിൽ നമുക്ക് താഴെ അതിന് വലിയ പഴയ ഇല്ലങ്ങളിലൊക്കെ പോയാൽ കാണാൻ പറ്റും. സ്തോത്രം. വലിയ കസേര, വലിയ സിംഹാസനം, ഒരേ കാല് വെക്കാൻ ഒരു പാതപടി, എപ്പോഴും ശത്രു നമ്മുടെ കാൽ കീഴിൽ. സ്തോത്രം. ശത്രു എന്ന് പറയുമ്പോൾ മനുഷ്യരെ മാത്രം കരുതരുതേ. സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ആ രീതികളിൽ ഇടപെടുകയായിരുന്നു. നമ്മളെ ജയിച്ചാളുന്ന നമ്മുടെ സ്വഭാവങ്ങൾ, നമ്മുടെ രീതികൾ, നമ്മുടേത് എന്തും ദൈവത്തിന് വിരോധമായി, ഒരു ദൈവ പൈതലിൻ്റെ ദൈവീകതയ്ക്ക് വിരോധമായി നിൽക്കുന്നത് എന്തും നമ്മുടെ ശത്രുവല്ലേ? ശത്രു ആയിരിക്കണ്ടേ? അതിനെ സ്നേഹിക്കുന്നവരാകരുതല്ലോ നാം. സ്തോത്രം. നമ്മുടെ ശത്രുവിനെ നമ്മുടെ പാദപീഠമാക്കുവാൻ അനുസരണം ആവശ്യം. സകല അനുസരണത്തിലും തികഞ്ഞവനായി എന്നാ പറയുന്നത് യേശുകർത്താവിനെ കുറിച്ച്. സ്തോത്രം. സകല അനുസരണത്തിലും തികഞ്ഞവനായി. പ്രിയമുള്ളവരെ, അനുസരിക്കുമ്പോൾ അടുത്ത് പറയുക, നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്ന് നീട്ടും. നിന്റെ ബലമുള്ള ചെങ്കോൽ, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചും കൂടെ നിനക്ക് ബലം തരുന്ന ചെങ്കോൽ എന്നാ അതിൻ്റെ അർത്ഥം. സ്തോത്രം. സ്തോത്രം. അത് നിനക്ക് വേണ്ടി ദൈവം അയക്കും എന്നാ പറഞ്ഞിരിക്കും. God will send the rod of your strength എന്നാ പറയുന്നത്. സ്തോത്രം. നിന്റെ ബലത്തിൻ്റെ ചെങ്കോൽ ദൈവം നിനക്ക് വേണ്ടി അയക്കും. എപ്പോഴാ? സ്തോത്രം. നമ്മൾ ദൈവത്തോട് അനുസരണയുള്ളവരായി നിലനിൽക്കുമ്പോൾ. സ്തോത്രം. നിന്റെ ശത്രുക്കളുടെ മധ്യേ നീ വാഴുക. നമുക്ക് ജയിക്കാൻ കഴിയത്തില്ല. നമ്മെ എപ്പോഴും തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശത്രു ഏതുമാകട്ടെ, അവയുടെ മധ്യത്തിൽ നമുക്കൊരു വാഴ്ച ഉണ്ടാകുന്നത് നാം ദൈവത്തെ അനുസരിക്കുമ്പോഴാണ്. സ്തോത്രം. ജഡത്തെ അനുസരിക്കുമ്പോഴല്ല. പലപ്പോഴും ജഡം നമ്മെ ഭരിക്കുന്നത് നാം ജഡത്തിന് കടക്കാരാകുന്നത് കൊണ്ടും ജഡത്തെ അനുസരിക്കുന്നത് കൊണ്ടുമാ. ദൈവം ആഗ്രഹിക്കുന്നത് നാം ജഡത്തെ അനുസരിക്കുന്നവരായിരിക്കണമെന്നല്ല, നാം ദൈവത്തെ അനുസരിക്കുന്നവർ ആയിരിക്കണമെന്ന. സ്തോത്രം. അടുത്ത് പറയുകയാണ്, നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാ ദാനമായിരിക്കുന്നു. വോളണ്ടിയർ എന്നാ പറഞ്ഞേക്കുന്നത് ഇംഗ്ലീഷിൽ. ഞാൻ പോയി ഫോഴ്സ്ഫുള്ളായിട്ട് ഒരു കൂട്ടത്തെ പിടിച്ച് എൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി, നീ എന്നെ രാജാവെന്ന് വിളിക്കണം, നീ ഞാൻ പറയുന്ന പോലെ ചെയ്യണം, നീ അങ്ങനെ ആയിരിക്കണം, നീ ഇങ്ങനെ ആയിരിക്കണം. സ്തോത്രം. നോ, അങ്ങനല്ല.
ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങളെ പ്രവർത്തിക്കുമ്പോൾ ജനം മുൻപിൽ നിന്ന് പറയും, ഞാൻ നിങ്ങളോട് ചേർന്ന് പണിയാം, ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാം, ഞാൻ നിങ്ങളോട് ചേർന്ന് ഇത് ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് സ്വമേധയായി തങ്ങളെ തന്നെ അർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതോടൊപ്പം ഈ ഒരു വിഷയത്തിൽ വരുമ്പോൾ രക്ഷ എന്നുള്ളതും നാം സ്വമേധയായിട്ട് അർപ്പിക്കുന്നതാ. ദൈവത്തെ അനുസരിക്കുന്നത് സ്വമേധയായി ചെയ്യേണ്ടതാ. സ്തോത്രം. മുമ്പോട്ട് പോകുകയാണ്. സ്തോത്രം. ഇവിടെ നാം വായിക്കുമ്പോൾ 3-ാമത്തെ വാക്യത്തില് നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടുകൂടെ ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. മലയാളത്തിലെ ട്രാൻസ്ലേഷൻ അത്രയ്ക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കത്തക്കവയല്ല. ഇംഗ്ലീഷിൽ അതിനെക്കുറിച്ച് പറയുന്നത് നിന്റെ യൗവനം ഉഷസ്സിലെ മഞ്ഞ് പോലെ എന്നാ പറയുന്നത്. സ്തോത്രം. ഉഷസ്സിന്റെ ഉദരത്തിൽ നിന്ന് നിന്റെ യൗവനം മഞ്ഞുപോലെ സ്തോത്രം വരുന്നു എന്ന. ദൈവത്തെ അനുസരിക്കുമ്പോൾ സ്തോത്രം നമ്മുടെ കാഴ്ചപ്പാടുകൾ നല്ല ഉശിരുള്ള കാഴ്ചപ്പാടുകളായിത്തീരും. സ്തോത്രം. പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന പോലെ ഉഷ്ണവുമല്ല തണുപ്പുമല്ല എന്നുള്ള അവസ്ഥയാണ്. അങ്ങനൊരു അവസ്ഥയല്ല ദൈവത്തെ അനുസരിക്കുന്നവൻ്റെ പ്രത്യേകത. ദൈവത്തെ അനുസരിക്കുന്നവൻ്റെ തീരുമാനങ്ങൾ, ദൈവത്തെ അനുസരിക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ വാഞ്ച എന്ന് പറഞ്ഞാൽ സ്തോത്രം പൗലോസ് പറയുന്ന പോലെ പാതാളത്തിനോ മരണത്തിനോ നഗ്നതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവങ്ങൾക്കോ സ്തോത്രം ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഒന്നിനും സ്തോത്രം എനിക്ക് എൻ്റെ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്മാറ്റാൻ കഴിയത്തില്ല. സ്തോത്രം. കൂട്ടുകാരി കളിയാക്കുന്നത് എനിക്ക് പ്രശ്നമല്ല, ഞാൻ ഈ വചനം അനുസരിക്കും. സ്തോത്രം. കൂട്ടുകാർ ഇന്നത് ചെയ്യാൻ പറഞ്ഞ ഞാനത് ചെയ്യാൻ പോകുകയല്ല, കാരണം ഞാൻ പിൻപറ്റുന്ന എൻ്റെ കർത്താവിനെയാ. സ്തോത്രം. നോ മാറ്റർ ഹൂ സേ, നോ മാറ്റർ ഹൂ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ്, ഒരു പ്രശ്നമില്ല. എനിക്കെതിരായി ആര് വന്നാലും, എനിക്കെതിരായി എത്ര കളിയാക്കലുകൾ ഉണ്ടായാലും, ഞാൻ എത്രമാത്രം ഒറ്റപ്പെടുത്തപ്പെട്ടാലും സ്തോത്രം ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ജീവിക്കും എന്നുള്ള ആ ധൈര്യമുള്ള ഒരു വിശ്വാസ ജീവിതം, അതാ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാഹാത്മ്യം. അങ്ങനെയാണെന്നേ പിതാക്കന്മാരൊക്കെ ഇറങ്ങിയത്. സ്തോത്രം. നമ്മിൽ എത്രയോ പേർ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവിച്ചിരിക്കുന്നു. കർത്താവിനെ അറിഞ്ഞതിൻ്റെ പേര്, ദൈവത്തിന് വേണ്ടി ഇറങ്ങിയതിൻ്റെ പേരിൽ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. നല്ല യൗവന ശക്തിയുള്ള വിശ്വാസം നമ്മിലുണ്ടാകട്ടെ. കൊഴിഞ്ഞുപോയ വാർദ്ധക്യവും അറിവില്ലാത്ത ബാല്യവും പോലെയുള്ള വിശ്വാസമല്ല. സ്തോത്രം. നല്ല യൗവനത്തിൻ്റെ തിളപ്പോടെ, നല്ല യൗവനത്തിൻ്റെ ഓജസ്സോടെ കർത്താവിനെ സേവിക്കുന്ന അനുഭവം, കർത്താവിന് വേണ്ടി നിലനിൽക്കുന്ന അനുഭവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. സ്തോത്രം സ്തോത്രം. മുമ്പോട്ട് ഓടിപ്പോകുകയാണ്. അടുത്ത 4 മുതലുള്ള വാക്യങ്ങൾ സ്തോത്രം നാം വായിക്കുമ്പോൾ വളരെ കൃത്യമായ സ്തോത്രം ചില ദൈവത്തിൻ്റെ പ്രവൃത്തികളും ഇവിടെ പറയുമ്പോൾ കർത്താവെന്ന് ദാവീദ് ആരെക്കുറിച്ച് പറയുന്നുവോ ആ കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്പം കൂടെ നമ്മളിലേക്ക് പേഴ്സണലൈസ് ചെയ്ത് പറയുമ്പോൾ, നമ്മളെക്കുറിച്ച് പറയുമ്പോൾ, ദൈവവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് അനുസരണയോടെ ഇരിക്കാൻ സമർപ്പിക്കുന്ന ഞാനും എന്നുള്ള നിലയിൽ നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുകയാണ്, നീ മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു, അനുതപിക്കുകയില്ല. ഒന്ന്, അവൻ നമ്മളോട് സത്യം ചെയ്തു. അടുത്തത് പറയുകയാണ്, നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ്. സ്തോത്രം. കർത്താവ് നിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം. സ്തോത്രം. കർത്താവ് നിന്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ അടുത്ത് പറയുകയാണ്, തൻ്റെ ക്രോധ ദിവസത്തിൽ. ഇവിടെ പറയുമ്പോൾ കർത്താവ് ചെയ്യുന്ന പോലെ മലയാളത്തിലൊരു ട്രാൻസ്ലേഷൻ, പക്ഷെ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ ഗോഡ് ഈസ് അറ്റ് യുവർ റൈറ്റ് ഹാൻഡ് ആൻഡ് യു വിൽ. സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുകയും നാം അത് പ്രവർത്തിച്ചെടുക്കുന്നവരായി തീരും. ഒറ്റ വാക്കിൽ അങ്ങ് നിർത്തുകയാണ്. നാം അതിനെ പ്രവർത്തിച്ചെടുക്കത്തക്ക രീതിയിൽ ദൈവം നമ്മെ ശക്തീകരിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവത്തെ അനുസരിക്കുന്നവരായി നമുക്ക് നിലനിൽക്കാം.
ദൈവത്തിൻ്റെ ആജ്ഞകളെ അനുസരിക്കുന്ന, ഓർക്കുന്ന വാക്യം, ദൈവത്തിൻ്റെ ആജ്ഞകളെ അനുസരിക്കുന്ന വീരന്മാരായി, സ്തോത്രം, വീര്യമുള്ളവരായി, സ്തോത്രം, ആടിത്തൂങ്ങിയ, സ്തോത്രം, കുഴഞ്ഞു വീഴാൻ പോകുന്ന, സ്തോത്രം, ബലമില്ലാത്ത വിശ്വാസത്തിൻ്റെ ഉടമകളായിട്ടോ അല്ല, തീഷ്ണതയോടെ ഈ അന്ത്യകാലത്ത് ധൈര്യത്തോടെ നമ്മുടെ കർത്താവിനെ സേവിപ്പാൻ നമ്മെ സമർപ്പിക്കാം, നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുക. അവനെ അനുസരിക്കുന്നത് നമുക്ക് അനുഗ്രഹമാണ്. അവൻ നമ്മുടെ ശത്രുക്കളെ നമ്മുടെ പാദപീഠമാക്കും. സ്തോത്രം, ഏതു വിധത്തിലുള്ള എതിരുകളെയും പ്രശ്നങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും മധ്യത്തിൽ നമുക്കതിനെ ജയിച്ചു വരുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. നമ്മെ സമർപ്പിക്കാം, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.